ഈ സ്ട്രഗിൾസ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. ഹൗ ക്യാൻ എ ഹോസ്പിറ്റൽ ഓർ എ മാനേജ്മെന്റ് ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷൻ മാറ്റാനും ഇംപ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റും? ഡോക്ടർ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദയ ഹോസ്പിറ്റൽ, ഇതൊരു ബെസ്റ്റ് ഹോസ്പിറ്റലാണല്ലോ, റെപ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ പിന്നെ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല, നമ്മളൊരു ജസ്റ്റ് മീറ്റിംഗ് ആണ് റെപ്സിൻ്റെ മീറ്റിംഗ്. അപ്പോൾ ഒരുവിധം എല്ലാ കമ്പനിയുടെയും റെപ്സ് വന്നിട്ടുണ്ടായിരുന്നു. ദയ ഹോസ്പിറ്റലിലെ തന്നെ ഒരു അവരുടെ ഒരു ഫാം ഹൗസ് മാതിരി ഒരു ഇതിൽ വെച്ചിട്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എങ്ങനെ റെപ്സിന് തരേണ്ട ആ ഒരു മര്യാദ ഞങ്ങൾ ശരിക്കും റിയലി വണ്ടേർഡ്. ശരിക്കും അത് നമ്മൾ പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണാൻ ഞങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സജഷൻസ്. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ സജഷൻസ് അറിയാൻ, ഓരോരുത്തരുടെയും സജഷൻസ് നമ്മൾ ഓരോ കമ്പനി റെപ്സിൻ്റെ അടുത്തായിട്ടും ചോദിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ദയ ഹോസ്പിറ്റലിൽ നമ്മൾ വർക്കിന് പോകുമ്പോൾ നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്, അതെന്ത് വേണമെച്ചാൽ തുറന്ന്. ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു, ഈവൻ ഹോസ്പിറ്റലിന്റെ കേസസ് ഡീൽ ചെയ്യുന്ന അഡ്വക്കേറ്റ് കൂടെ അവിടെ നമുക്ക് വേണ്ടി അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് വന്നത്, റെപ്സിന് വേണ്ടി മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മുടെ പിന്നെ നമ്മുടെ സജഷൻസ് നമുക്ക് പറയാം, എങ്ങനെ നമുക്കൊരു പിന്നെ സെയിൽസ് കോൾ ടൈം വിത്തൗട്ട് ഇന്റർഫിയറിങ് ദ പേഷ്യൻസ് ഓർ ഡോക്ടേഴ്സ് ഓർ മാനേജ്മെന്റ് ഒന്നിനും പിന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ സജഷൻസ് ചോദിച്ചു. അപ്പം തന്നെ നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ പിന്നീടും നമുക്ക് ഷെയർ ചെയ്യാം എന്ന രീതിക്ക്. അവിടെ ഫിസീഷ്യൻസും എല്ലാ ഡോക്ടേഴ്സും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടേഴ്സും ഇങ്ങോട്ട് പറഞ്ഞു, നമുക്കും അങ്ങോട്ട് പറയാൻ പറ്റിയാണ്. അപ്പൊ നമുക്കിപ്പോൾ പറയാം എന്താ വെച്ചാൽ, നമുക്ക് ഇന്ന ഡെപ്സിനായിട്ടുള്ള ദിവസം ഒരു ദിവസം വെച്ചിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് ഇരിക്കുകയാണ് വെച്ചാൽ പേഷ്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ഡോക്ടേഴ്സിനെ ഒരു ഹോളോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇത്ര ദിവസം ഇത്ര റെപ്സ് ഒരു പിന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് കാണാം. അങ്ങനെ പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ദയ ഹോസ്പിറ്റൽ അങ്ങനെ ചെയ്തതുമായി തന്നെ ബാക്കി ഹോസ്പിറ്റലും എല്ലാ ഹോസ്പിറ്റലും നമ്മൾ റെപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വർക്കും. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം നമ്മൾക്ക് അതെ 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 അതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഇനിയിപ്പോൾ ഹെൽത്ത് അഡ്വേഴ്സിറ്റീസ് ഇനിയും വരാം. അപ്പോൾ കോവിഡുമായി തന്നെ ഫ്യൂച്ചറിലും ഇങ്ങനത്തെ ഹെൽത്ത് അഡ്വേഴ്സിറ്റീസ് വരാം. ആ സമയത്തെങ്കിലും ഇപ്പം മുമ്പെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ വന്നിരിക്കുന്നത്, ചിലപ്പോൾ അവരും ഹെൽപ്ലെസ് ആയതുകൊണ്ടാവാണ്. പക്ഷെ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യാതെ ഞങ്ങളുടെ ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷനായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. So I think that's a very valid point, because adversities may come at any time. More worse can come. Appo I think the whole medical profession, be it doctors, nurses, lab technicians, also see you as part of our community. ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണാതെ ഞങ്ങൾ എല്ലാവരും ഒരു കംപ്ലീറ്റ് വർക്ക് ഫോഴ്സ് അങ്ങനെ ചെയ്താൽ മാത്രമേ ഐ തിങ്ക് മെഡിക്കൽ പ്രൊഫഷൻ നന്നാവുള്ളൂ. ആൻഡ് വി അൾട്ടിമേറ്റ്ലി ഏതൊരു ആളുടെ ഇന്റൻഷൻ പേഷ്യന്റ് ശരിയാവണം. സോ ഐ തിങ്ക് it's very important that we all work as a team and not separately. തീർച്ചയായിട്ടും ഒരു ടീം ആവുമ്പോൾ നമുക്ക് ടീമായിട്ട് എല്ലാം, ഇപ്പൊ ഡോക്ടേഴ്സ് ആണെച്ചാലും മാനേജ്മെന്റ് ആണെച്ചാൽ റെപ്സ് ആണ്, ഇപ്പോൾ സ്കാനിങ് എല്ലാ അതോട് അസോസിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ എല്ലാവരും കൂടെ ഒരു ടീം ആവുമ്പോൾ അതൊരു ഹോസ്പിറ്റൽ സക്സസ് തന്നെ ആയിരിക്കും. അങ്ങനെ അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്നാണ്